അങ്ങനെ ഈ വർഷം റിലീസായ യൂത്ത് എന്ന് പറയുന്ന സിനിമ ഇപ്പം കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഈ പടം മെയിനായിട്ട് ഇഷ്ടപ്പെടാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഈ പടത്തിലെ കഥയോ പാട്ടോ ഒരു കാര്യങ്ങളുമല്ല. ഈ പടത്തിനെ പറ്റി കൂടുതൽ പറയുകയെന്നുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ അച്ഛനമ്മ മകൻ 3 പേരടങ്ങുന്ന ഒരു കുടുംബം. അവരുടെ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നെ ഇവരുടെ മകൻ്റെ സ്കൂൾ ലൈഫും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പടം മെയിനായിട്ട് ചർച്ച ചെയ്തു പോകുന്നത്. എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ കണക്റ്റായ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പയ്യനുണ്ടല്ലോ, മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്, മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യൻ, പുള്ളിക്കാരൻ്റെ ഒരു സിനിമയോ ഒരു കാര്യങ്ങളും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പക്ഷേ പുള്ളിയുടെ എല്ലാ ഫീലിങ്സും അല്ലെങ്കിൽ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് കണക്റ്റായി മീൻസ് എനിക്ക് ഒന്നിലും ഒരു നെഗറ്റീവ് പറയാനായിട്ട് തോന്നില്ല. അതായത് പുള്ളി ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷൻസ് ആയിക്കോട്ടെ, സന്തോഷത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, എല്ലാ രീതിയിലും പുള്ളിയുടെ മുഖഭാവങ്ങളെല്ലാം എനിക്ക് നല്ലപോലെ കണക്റ്റായി. അതായത് എനിക്ക് ഞാൻ ഈ സിനിമ കണ്ട് ഒരു ക്ലൈമാക്സ് ഒക്കെ എടുത്ത സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച കാര്യം ഇതാ. അതായത് ഏതാ ഈ പയ്യൻ, ഞാനിതാ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഏതാ ഈ ആക്ടർ എന്നുള്ള കാര്യം എൻ്റെ മൈൻഡിൽ കിടന്ന് ഓടുന്നത്. അത്രയും ഗംഭീരമായിട്ട് പയ്യൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് സുരാജ് പുള്ളിക്കാരൻ്റെ കാര്യം പിന്നെ നമ്മൾ പറയണ്ടല്ലോ. പുള്ളി നമ്മൾ ഓൾറെഡി ഒരുപാട് സിനിമയ്ക്കകത്ത് നമ്മളെ വണ്ടറടിപ്പിച്ചാണ് പുള്ളി ആ സെയിം പരിപാടി ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ കഥേനെ പറ്റി പറയാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയം പോകാനായിട്ട്, അല്ലെങ്കിൽ സത്യം തൊട്ട് പറഞ്ഞാൽ ഞാൻ പടം മൊത്തം ചിരിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് പടത്തിൽ ചിരിപ്പിക്കാൻ അല്ലെങ്കിൽ രസകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പടത്തിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ സമയം പോകണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്കിരുന്ന് കാണുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടിരുന്ന് കാണാം. പടത്തിന് നിങ്ങളെ ഇരുത്തി ലാഗ് ആക്കിപ്പിക്കുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല. പക്ഷേ എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നല്ല 2 നെഗറ്റീവായിട്ട് 2 കാര്യങ്ങൾ തോന്നി. ഒന്ന്, പടത്തിൻ്റെ പാട്ടുകൾ. എനിക്ക് ആകെ ഇതിലൊരൊറ്റ പാട്ട് മാത്രമേ ഇച്ചിരി വർക്കൗട്ടായുള്ളൂ. പക്ഷേ വർക്കൗട്ടായ പാട്ട് അടിപൊളി പാട്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. ബാക്കി അതിനകത്ത് തോന്നുന്ന പാട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു അത് തമിഴ് ഓഡിയൻസിനാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ കണക്റ്റ് ആകുമായിരിക്കും തോന്നുന്നു, എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ദഹിച്ചില്ല പാട്ടുകളൊന്നും. പിന്നെ അതുപോലെ ഒട്ടും കണക്റ്റ് ആവാത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അത് കണക്റ്റ് ആവാത്തതെന്നല്ല, എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ ലെങ്താണ്. അത് എല്ലാവർക്കും അതൊരു ഇഷ്യൂ ആയിരിക്കത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി, അത്ര വേണ്ടായിരുന്നു എന്ന്. കാരണം പടത്തിന് 2 മണിക്കൂറും 20 മിനിറ്റും പടമുണ്ട്. അത്രയും നേരം നീട്ടണ്ടായിരുന്നു എന്ന് തോന്നിയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ ആകെ എനിക്ക് അതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് പറയാൻ. പടത്തിൻ്റെ കഥയിലോ പടം ഫുൾ ആൻഡ് ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്. അതായത് തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾക്കിങ്ങനെ സന്തോഷിച്ചിരുന്ന് കാണാം. അങ്ങനത്തെ ഒരു സിനിമയാണ്. നമ്മൾ പറയത്തില്ലേ, ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ട് അതുപോലെ തന്നെ വീണ്ടും അതുപോലെ ആയിരുന്നു. അതായത് ഇവർക്ക് ഒരു ഡാൻസ്, ഇങ്ങനെ നടിമാരെ വെച്ചൊരു ഡാൻസ് വേണം, അത് വേണം, ഇത് വേണം, തുടക്കമായ ഒരു ഇടി വേണം, അവസാനം ഇടി വേണം, ഇന്ന സമയത്ത് ഒരു ഇടി വേണം, അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പം കുറേയൊക്കെ, അതായത് എനിക്ക് തോന്നി 2026, 2025 ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഈ 2026 പിന്നെയും നല്ല അതായത് കഥകൾ ബേസ് ചെയ്തുകൊണ്ട് കുറേ കൂടെ പടങ്ങൾ വരുന്നുണ്ട് തമിഴിൽ നിന്ന്. ഇതുപോലുള്ള പടങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ള കുറേ സിനിമകൾ വരട്ടെ എന്ന് ഇനി ഒരുപാട് ആഗ്രഹിക്കുന്നു. ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കണ്ടുപോകുക. നല്ലൊരു പടമാണ്. അതായത് നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് സമയം, അതായത് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിരുന്ന് പടം കാണാം, ചിരിച്ച് സന്തോഷിച്ചിരുന്ന് പടം കാണാം. അങ്ങനത്തെ ഒരു പടമാണ്. ഒരു രീതിയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു തരി പോലും പടത്തിൽ ബോറടിച്ചില്ല. ഒരു രീതിയിൽ എനിക്ക് പടം ബോറടിച്ചില്ല. അത്രയും രസമായിട്ടാണ് പടം കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് അതായത് എനിക്ക് പടത്തിൽ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഈ പടത്തിൽ മെയിൻ പോസിറ്റീവ് പറയുന്നത് മെയിൻ ക്യാരക്ടർ. അതായത് മെയിൻ ക്യാരക്ടർ അഭിനയിച്ച പയ്യനില്ലേ, പൊളിയാ ചെറുക്കൻ. അതായത് ഭയങ്കര രസമായിട്ട് അഭിനയിച്ച് വെച്ചേക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ സിനിമയും കൂടെ ഞാൻ അവൻ്റെ അടുത്തൊരു പടം വന്നാലും ഞാൻ കാണാം. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പയ്യനെ. അത്രയും രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഓരോരോ റിയാക്ഷൻസ് ആയിക്കോട്ടെ, അവൻ്റെ ഓരോ സംസാരങ്ങളായിക്കോട്ടെ, ചിരിപ്പിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ദേഷ്യപ്പെടുന്ന കാര്യം, ആക്ഷൻ ആയിക്കോട്ടെ, ആക്ഷനൊക്കെ ചെറുക്കൻ കറക്റ്റായിട്ട് നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ 1-2 പ്രാവശ്യമേ വരുന്നുള്ളൂ, പക്ഷേ ചെയ്തതെല്ലാം കറക്റ്റായിട്ട് ചെറുക്കൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടം കാണാത്തവരുണ്ടെങ്കിൽ കാണുക, കണ്ടിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.